കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മരിച്ച ഷൈനിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തി. ഷൈനിയുടെ വീട്ടിൽ നിന്നാണ് ഫോൺ കണ്ടെത്തിയത്. വിവരങ്ങൾ കോട്ടയത്ത് നിന്ന് ചോബി ജോൺസൺ നൽകും. ചോബി, ഗുഡ് ഈവനിംഗ്. വളരെ നിർണായകമായ തെളിവാണ്. ഈ മൊബൈൽ ഫോണിനായി തിരച്ചിൽ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. ഈ ഫോൺ അതായത് ഈ സംഭവം നടന്നതിന്റെ തലേ ദിവസം ഷൈനിയുടെ ഭർത്താവ് അതിലേക്ക് വിളിച്ചിരുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ഇനിയിപ്പോൾ കേസിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണല്ലോ ചോബി. തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് ഈ കേസിലൊരു പ്രധാനപ്പെട്ട തെളിവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ മൊബൈൽ ഫോൺ, ഷൈനി ഉപയോഗിച്ച മൊബൈൽ ഫോൺ, അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഷൈനി സുഹൃത്തിനോട് സംസാരിച്ചതും ഒപ്പം തന്നെ ഈ ഭർത്താവായ നോബിയോട് സംസാരിച്ചതും ചാറ്റ് ചെയ്തതുമെല്ലാം ഈ മൊബൈൽ ഫോണിൽ നിന്നാണ്. അപ്പോൾ അന്ന് ഈ മൊബൈൽ ഫോൺ എവിടെയെന്ന് പോലീസിന് സംശയമുണ്ടായിരുന്നു. തുടർന്ന് ഒരു ബന്ധു തന്നെയാണ് ഈ ഫോൺ പോലീസിനെ ഏൽപ്പിച്ചത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പോലീസിന്റെ പക്കൽ തന്നെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഈ മൊബൈൽ ഫോൺ ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകിയിരിക്കുകയാണ്. അതിൽ നിന്ന് കൂടുതൽ വ്യക്തത ഈ കേസിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു ആത്മഹത്യയിലേക്ക് ഇവരെ തള്ളിവിട്ടത് എന്താണ്, ആ ആത്മഹത്യ പ്രേരണയ്ക്കുള്ള കാരണം എന്താണ് എന്നുള്ള കാര്യം ഈ മൊബൈൽ ഫോണിൽ നിന്ന് വ്യക്തമാകുമെന്നാണ് പോലീസും പ്രതീക്ഷിക്കുന്നത്. നേരത്തെ തന്നെ നോബിയുടെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അത് ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകിയിട്ടുണ്ട്. ഈ ഷൈനിയുടെ ഫോൺ കൂടി പോലീസിന്റെ പക്കലേക്ക് ലഭിച്ച ഒരു പശ്ചാത്തലത്തിൽ ഈ കേസിലെ കുരുക്കുകളെല്ലാം അഴിയുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ നോബി റിമാൻഡിലാണ് ഉള്ളത്. കൂടുതൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള സമ്മർദ്ദം ഷൈനിക്കുമേൽ ചുമത്തിയിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. വ്യക്തമായി പഴുതടച്ചുള്ളൊരു അന്വേഷണത്തിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫോറൻസിക് പരിശോധനയ്ക്കായി ഈ മൊബൈൽ ഫോൺ ഉടൻ തന്നെ കൈമാറും. ശരി, ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഷൈനിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തിയിരിക്കുകയാണ്. മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക എന്നാണ് കോട്ടയത്ത് നിന്ന് ചോബി ജോൺസൺ നൽകുന്ന വിവരം.